എല്ലാവർക്കും മാസ്റ്റർപീസിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കളർഫുൾ വീഡിയോ ആണ്. ഇപ്പോൾ വന്നൊരു സംഭവമല്ലേ, അത് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവത്തിലേക്ക് ഈ ഒരു പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ പാർട്ടി പോപ്പർ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന 90, 70, 100 രൂപയൊക്കെ എടുത്തിട്ട് വാങ്ങാറുണ്ട്. പക്ഷേ അത്രയൊന്നും ചിലവില്ലാതെ നമ്മൾ സാധാരണ ഒരു വാട്ടർ ബോട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കളയുന്ന ബോട്ടിലുണ്ട്. അതായത് കൊക്കക്കോളയുടെ, സ്പ്രൈറ്റിൻ്റെ ഒക്കെ, സെവനപ്പിൻ്റെ ഒക്കെ ബോട്ടിലുണ്ടാവും. അതുപോലത്തെ 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലും കുറച്ച് PVC പൈപ്പും കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഇത് നമുക്ക് എത്ര തവണ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് എയറിൻ്റെ പ്രഷറിലാണ് ഇത് പോവുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടു തന്നെ ഫുള്ള് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് 2 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ്. അതായത് കൊക്കക്കോളയുടെ ഒരു കാലി ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ PVC പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ, ഈ വാട്ടർ ബോട്ടിലിൻ്റെ ഈ ഒരു അറ്റത്തേക്ക് കറക്റ്റായിട്ട് കൊള്ളാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ചിൻ്റെത് എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പൈപ്പ് എടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാൾവ് എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ നമ്മൾ സാധാ 1 ഇഞ്ചിലേക്ക് പറ്റിയ ഒരു വാൾവ് എടുക്കുക. അതുപോലെ തന്നെ MCയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് MCയിൽ. അതുപോലെ തന്നെ ഈ ഒരു PVC ഒട്ടിക്കുന്ന ഈ ഒരു പശയൊരു ഗം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫെവിക്വിക്കോ സൂപ്പർ ഗ്ലൂ അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പശയും കൂടി എടുക്കാം. പിന്നെ നമുക്കൊരു കത്രിക ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ആക്സോ ബ്ലേഡ് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുത്തിരിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു, വാട്ട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതായത് ഒരു ഫുട്ബോൾ എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു നെക്കാണിത്. അതായത് അതിലേക്ക് ബ്ലാഡറിൽ വരുന്ന കാറ്റടിക്കുന്ന ആ ഒരു ഭാഗമാണിത്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഇത് എടുക്കണമെന്നില്ല. ഇത് എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ആണ് എടുക്കുന്നത്. പക്ഷേ അതിന് പകരം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബൈക്കിൻ്റെ നെക്ക്, അതായത് ബൈക്കിൻ്റെ ട്യൂബിലേക്ക് വരുന്ന എയർ അടിക്കുന്ന ആ ഒരു ഭാഗം, അല്ലെങ്കിൽ സൈക്കിളിലെ ട്യൂബിലേക്ക് വരുന്ന ആ ഒരു ഭാഗമൊക്കെ എടുത്താൽ മതി. അതായത് നമുക്ക് എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നെക്കാണ് വേണ്ടത്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 1 മീറ്റർ പൈപ്പാണ് എടുത്തിരിക്കുന്നത്. 1 മീറ്റർ പൈപ്പ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് ഒരു 4 ഇഞ്ച് പൈപ്പ്, ഏകദേശം ഒരു 4 ഇഞ്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പൈപ്പിൻ്റെ പീസ് നമ്മൾ MCയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു വെക്കാം. നമ്മൾ MCയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു എയർ പോലും പുറത്ത് പോകാത്ത, ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, ഈ ഒരു ബോട്ടിലിന് ഹോളും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് കറക്റ്റായിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ MCയിലേക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം 1 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത് കറക്റ്റ് സെറ്റ് ആവുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തു നോക്കി. അപ്പോൾ 1 മണിക്കൂർ ആയപ്പോഴേക്കും നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എയറും കാര്യങ്ങളൊന്നും ഇതിൽ പുറത്ത് പോകില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വലുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇഞ്ചാട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ബോളിൻ്റെ നെക്ക്, അതായത് എയർ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു നേരത്തെ ഈ ഒരു നെക്ക് ഉപയോഗിക്കാം. ഇത് കിട്ടാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാ സൈക്കിൾ ട്യൂബിൻ്റെ, അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഒക്കെ ട്യൂബ് നെക്ക് ഉപയോഗിച്ചാൽ മതി. അതാകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ളൊരു ഹോൾ ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളിത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫെവിക്വിക്ക് ആയിരുന്നു എടുത്തിരുന്നത്, നമ്മൾ ഫ്ലെക്സ് ക്വിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട് ഫ്ലെക്സ് ക്വിക്ക് എടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു നെക്ക് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ ഈ ഒരു അറ്റത്ത്, അതായത് നമ്മൾ ഈ ഒരു PVC പൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു വാൾവ് കുടുക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വാൾവ് സാധാ PVC ഒക്കെ ഒട്ടിക്കുന്ന പശ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു വാൾവ് ഇവിടെ ഫിറ്റ് ചെയ്തു. അതിനുശേഷം വാൾവിൻ്റെ ഇപ്പുറത്ത് നേരെ ഇങ്ങേ സൈഡിൽ ഈ ഒരു പീസ് നമ്മൾ എടുത്തിരുന്ന PVC പൈപ്പ് ഒരു ഏകദേശം ഒരു 3/4 മീറ്റർ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഭാഗത്തും കൂടി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി ഇത് കംപ്ലീറ്റ് ആയി. ജസ്റ്റ് നമ്മൾ ഈ ഒരു പശ ഒട്ടിയതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ ഇതോടുകൂടി ഇത് കംപ്ലീറ്റ് ആയി. ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വാൾവ്, സിമ്പിളാണ്, ഒന്നുമില്ല, ഒരു വാൾവ് വെച്ചിട്ട് എയർ ഇവിടെ നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതായത് അതിനുശേഷം നമ്മളിവിടെ ഒരു ഇതിൽ കാറ്റ് നിറക്കാൻ വേണ്ടിയിട്ട് ഒരു നെക്ക് വെച്ചിരുന്നു. അതിലേക്ക് ഇതുപോലത്തെ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ട്, അതായത് പമ്പ് ഉപയോഗിച്ചുകൊണ്ട്, ഈ ഒരു പമ്പ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ബോളിൻ്റെ ഇത് വെച്ചത് കേട്ടോ. ഈ ഒരു പമ്പല്ല, സാധാ പമ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധാ സൈക്കിൾ ട്യൂബോ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ ആ നെക്കൊക്കെ ഉപയോഗിച്ചാൽ മതി. ഏതായാലും നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് നമ്മൾ എയർ നിറച്ച് നോക്കാം. ഇനി നമ്മളിത് ഒന്ന് വലിച്ചൂരുക. അതിനുശേഷം നമുക്ക് ഈ ഒരു വാൾവ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് കാണാം. കണ്ടോ, ഒരു സൗണ്ട് കേട്ടില്ലേ? നല്ല എയർ പ്രഷറിൽ ഈ ഒരു ഭാഗത്ത് എയർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹോളി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും നമ്മൾ കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് എയർ നിറച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എയർ പുറത്ത് പോകണമെന്നില്ല, വാൾവ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ എയർ പുറത്ത് പോകും. അപ്പോൾ ഇനി ഇതിൽ നമ്മൾ വാൾവ് ക്ലോസ് ആട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ഒരു പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡറോ അല്ലെങ്കിൽ ചെറിയ പേപ്പർ കഷ്ണങ്ങളോ ഒക്കെ ഇട്ടോ. അതായത് നമ്മൾ ഈ പാർട്ടി പോപ്പറൊക്കെ ഉപയോഗിക്കില്ല, അതേപോലെ എന്തെങ്കിലുമൊക്കെ ആക്കി ഉപയോഗിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഏതായാലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. റെഡി, 1 2 3. അടിപൊളി. കുറച്ച് മുകളിലേക്കാണ് പോയിട്ട് ക്യാമറ കൊടുക്കില്ലായിരുന്നു. അടിപൊളി. കുറച്ച് മുകളിലേക്കാണ് പോയിട്ട് ക്യാമറ കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പേപ്പർ ഇട്ട് കൊടുക്കാം. പേപ്പർ ഇട്ട് നോക്കിയിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നേരെ നമുക്ക് അങ്ങോട്ട് അടിച്ച് നോക്കാം. അപ്പോൾ ഇതിലുള്ളത് നമ്മുടെ പൗഡർ ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എയർ ഫുള്ളാക്കിയിട്ടുണ്ട്. എയർ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, റെഡി, 1 2 3. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് നമ്മൾ സാധാരണ പാർട്ടി പോപ്പറിനൊക്കെ വാങ്ങാറില്ല, കടയിൽ നിന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാസും കാര്യങ്ങളും ചെറിയൊരു സിലിണ്ടർ ഉണ്ടാവും. അതായത് നമ്മൾ ഈ വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നമ്മൾ ചെയ്തിരുന്നു, വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു സിലിണ്ടറും കാര്യങ്ങളും ഉണ്ടാവുക. അത് നമുക്ക് ഒരു പ്രാവശ്യമല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് വേസ്റ്റാക്കി കളയുന്ന ഇതുപോലത്തെ ഒരു മിനിറ്റ് കേട്ടോ, ഇതുപോലത്തെ ബോട്ടിലുണ്ടല്ലോ, അതായത് കൊക്കക്കോളയുടെ ഒക്കെ ബോട്ടിലുണ്ടല്ലോ, കൊക്കക്കോളയുടെ ബോട്ടിൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമുക്കൊരു കൊക്കക്കോളയുടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, കൊക്കക്കോള എന്നല്ല എന്തെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക, ഒരു 2 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ എടുക്കുക, എന്നാലേ കുറച്ച് എയർ അതിൽ ഫില്ലായി നിൽക്കുള്ളൂ. അതുകൊണ്ട് ഒരു ബോട്ടിൽ എടുക്കുക. അതിനുശേഷം നമുക്ക് PVC പൈപ്പ് ആവശ്യമുണ്ട്, പിന്നെ ഒരു വാളും ആവശ്യമുണ്ട്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. സംഭവം സിമ്പിളാണ്. അതായത് ഇവിടെ നെക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ എയർ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ എയർ റിലീസ് ചെയ്യുക. എയർ റിലീസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാം. അപ്പം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, വളരെ സിമ്പിൾ വീഡിയോ ആണ്. എങ്കിലും ഇതിൻ്റെ ആ ഒരു ഫൈനൽ ഔട്ട് നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. വീഡിയോ എടുക്കുന്ന ഏരിയ കേട്ടോ. ഇവിടെ കുറേ ആൾക്കാരുണ്ടാവാറുണ്ട്. നമ്മളെ ചെറിയ കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ ആടുണ്ടാവും, അസ്കർ ഉണ്ടാവും, ക്യാമറാമാൻ, പിന്നെ നമ്മളെ അപ്പുറത്ത് കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ വീഡിയോ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ.